ടു മൈ യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് ലവ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം ഇപ്പോഴും ഈ വ്യക്തി കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. പലർക്കും ഡൗട്ട് ഉണ്ടാകും. കാരണം ആദ്യം സ്നേഹമാകുന്ന സമയത്ത് എന്താണ് ശർക്കരയും പഞ്ചാരയും പോലെയൊക്കെ ആയിരിക്കും അല്ലേ, അടയും ചക്കരയും പോലെ ആയിരിക്കും, ഭയങ്കര സ്നേഹവും ഭയങ്കര ഇതൊക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ മുന്നോട്ട് പോകും തോറും അതേ സ്നേഹം തന്നെ, അത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തോ ആയിക്കൊള്ളട്ടെ, നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പോ സ്മൂത്ത് ഗോയിങ്ങോ എന്തോ ആയിക്കൊള്ളട്ടെ, പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു നിങ്ങൾക്കുള്ള ആ ഒരു പ്രാധാന്യം അത് ഈ വ്യക്തി തന്നിട്ടാണല്ലോ നിങ്ങളോട് ഇഷ്ടമായത്, നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. സോ ആ ഒരു പ്രാധാന്യം ഇപ്പോഴും ഈ വ്യക്തി മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ? അതായത് നിങ്ങളെ പറ്റിയിട്ടുള്ള നിങ്ങളോടുള്ള ആ ഒരു പ്രാധാന്യം, നിങ്ങൾ എന്ന ആ ഒരു പ്രാധാന്യം ഈ പേഴ്സൺ ഇപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിച്ച് വെക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ റീഡിങ്. സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ ഒരു നോ കോണ്ടാക്റ്റോ ബ്രേക്കപ്പ് ആയിട്ടൊന്നും നിങ്ങളത് അളക്കേണ്ട ആവശ്യമില്ല. അത് ചെറിയ പിണക്കങ്ങൾ കൊണ്ടായിരിക്കാം നോ കോണ്ടാക്റ്റിലോട്ടൊക്കെ പോകുന്നത്, അല്ലാണ്ട് തികച്ചും സ്നേഹമില്ലാത്തത് കൊണ്ടോ തികച്ചും വെറുക്കുന്ന രീതിയിലേക്കോ പോകുന്നത് കൊണ്ടല്ല. ചിലപ്പോൾ മനസ്സിൽ സ്നേഹം ഉണ്ടാകും, പക്ഷെ അത് ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലിരിപ്പുകൊണ്ടോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ കയ്യിലിരിപ്പുകൊണ്ടോ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ പീരീഡുകൾ വരുന്നത്. ഓക്കെ, അപ്പോൾ അത് അങ്ങനെ കണ്ടാൽ മതി. ബ്രേക്കപ്പ് ആണ് എന്ന് കരുതി സ്നേഹമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോണതിന് തൊട്ട് മുൻപായിട്ട് പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ പറയുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഓക്കെ, ഇപ്പോൾ പുരുഷന്മാർക്ക് സ്നേഹമില്ലേന്നും, ബിക്കോസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് കുറച്ചും കൂടെ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആയിട്ട് സ്നേഹിക്കുന്നത് സ്ത്രീകളായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പുരുഷന്മാരല്ല എന്നല്ല, പക്ഷെ നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ്സ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പുരുഷന്മാരെക്കാളും ഉപരി ഒരു പടി ഉയരത്തിൽ നിൽക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം നിങ്ങളാണെങ്കിൽ ക്ഷമിക്കാനും പൊറുക്കാനും സഹിക്കാനും തയ്യാറാണ്. ഈ പേഴ്സൺ എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിൽ കൂടെ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ പേഴ്സന്റെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യമായിട്ട് തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, സോ ഈ പേഴ്സണ് നിങ്ങളോടുള്ള പ്രാധാന്യം മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ നോക്കിക്കാണുന്നത് തന്നെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും മാത്രം അറിയാവുന്ന ഒരു വ്യക്തി. അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം എന്തെങ്കിലും വിഷമിച്ചിരിക്കുമ്പോൾ അത് ആളിക്കത്തിക്കാൻ നോക്കാതെ വളരെ ശാന്തമായിട്ടുള്ള രീതിയിൽ, വളരെ കൂളായിട്ടുള്ള രീതിയിൽ അത് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന ഒരു വ്യക്തി. അത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ പുരുഷന്മാരാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇത് നിങ്ങളുടെ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ലവർ ആയിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്, എന്തോ ആയിക്കൊള്ളട്ടെ, നമുക്കിവിടെ ഒരു ഹീലിംഗ് എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. കാരണം ഈ പേഴ്സണ് നിങ്ങൾ എന്ന് പറയുന്നത് തന്നെയാണ് ആശ്വാസം. പിന്നെ ഈ പേഴ്സൺ അറിയാം നിങ്ങളുടെ അടുത്ത് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. കാരണം നമുക്ക് മിഡിൽ പോർഷൻ ഓഫ് ദ കാർഡ് കിട്ടിയിരിക്കുന്നത് ഡിസീറ്റ് കാർഡാണ്. തീർച്ചയായിട്ടും അത് പല രഹസ്യങ്ങളെയും, അത് നിങ്ങളുടെ അടുത്ത് തുറന്നു പറയാത്ത പല രഹസ്യങ്ങളെയും സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ്. അപ്പൊ നിങ്ങളത് പലതവണയും ചോദിച്ചിട്ട് നിങ്ങൾ തന്നെ സഹി കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടാകാം ആ ചോദിക്കുന്നത്. സോ ഈ പേഴ്സണ് അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതിനായിട്ടുള്ള സമയമായിട്ടില്ല. ബിക്കോസ് ഈ പേഴ്സണ് പലതരത്തിലുള്ള മിസ്മാച്ചസ് ഉള്ളത് കൊണ്ട് തന്നെ. സോ ഇപ്പൊ നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ അറിയാം നിങ്ങളായിട്ട് നന്നായിട്ട് ഇടപഴകാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും മനഃപൂർവ്വം അകന്ന് നിൽക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും ഈ പേഴ്സൺ അറിയാം. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അറിയാവുന്ന ഫ്രണ്ട്സിനോടൊക്കെ ഈ പേഴ്സൺ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ പറയുന്നുണ്ടാകാം അവൾ എന്നെ ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ അവൻ എന്നെ ഇട്ടിട്ട് പോയി എന്ന് ഈ പേഴ്സൺ പറയുന്നുണ്ടാകാം. പക്ഷെ ഈ പേഴ്സന്റെ ഉള്ളിൽ അറിയാം ഈ പേഴ്സൺ തന്നെയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ പേഴ്സന്റെ പിടിപ്പുകേട് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പോൾ അകന്ന് നിൽക്കുന്നതും എന്നുള്ള ആ ഒരു കാര്യം അല്ലെങ്കിൽ ആ ഒരു യാഥാർത്ഥ്യം ഈ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ട് വെൽ ഡ്രസ്സായിട്ട് നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച്, അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കാര്യം കേട്ടോ, വളരെ സ്മാർട്ടായിട്ട് ഡീസൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്.
അപ്പൊ നിങ്ങളുടെ ആ ഒരു ഡീസൻസിയിലായാലും ഡ്രസ്സിങ് സ്റ്റൈലിലായാലും നിങ്ങളുടെ ആ ഒരു നീറ്റ്നെസ്സിലായാലും ഈ പേഴ്സണ് വളരെയധികം മതിപ്പാണ്. സോ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും നിർത്തരുത്. ബിക്കോസ് നിങ്ങൾക്കത് നിങ്ങൾ ചിലപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിപ്പിച്ചതാകാം. പക്ഷെ എന്തു ആണെങ്കിൽ കൂടി നിങ്ങളത് മാറ്റാനായിട്ട് നോക്കരുത്. ബിക്കോസ് ഈ പേഴ്സണ് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അതൊക്കെയാണ് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലും അത് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ ചെയ്ത് മുന്നോട്ട് പോവാം. ചിലപ്പോൾ നിങ്ങൾ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഈ പേഴ്സണോട് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യ എന്തിനു കൊള്ളില്ലല്ലോ, നിനക്ക് ഡ്രസ് സെൻസ് ഇല്ല എന്നൊക്കെ ഈ പേഴ്സൺ പറഞ്ഞ് നിങ്ങളെ ഒന്ന് ആക്ഷേപിക്കുന്നുണ്ടാകാം. അത് ഈ പേഴ്സന്റെ ഒരു ഈഗോ പരമായിട്ടുള്ള സ്വഭാവം കാരണമാണ്. ഈഗോ വർക്കൗട്ട് ആവുന്നിടത്ത് അക്സെപ്റ്റൻസി ഉണ്ടാവില്ല, അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല. സോ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കലും അത് വിചാരിക്കരുത് നിങ്ങൾ കൊള്ളില്ലാഞ്ഞിട്ടാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ്, മോശമാണ് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കരുത്. ബിക്കോസ് നിങ്ങളുടെ ആ ഒരു ഡീസൻസി, നിങ്ങളുടെ ആ ഒരു കൺസിസ്റ്റൻസി, ഇപ്പം നിങ്ങൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അതിന് ഒരു മുടക്കവും വരുത്താതെ നിങ്ങളത് കൃത്യമായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഫുഡ് ആണെങ്കിലും അതുപോലെ തന്നെ ശ്രദ്ധിക്കുന്ന ആൾക്കാർ, സ്കിൻ കെയർ ചെയ്യുക, ഹെയർ കെയർ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളത് യാതൊരു തടസ്സവും ഇല്ലാതെ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിന് ഈ പേഴ്സണ് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളുടെ പല ക്വാളിറ്റീസും ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഈ പേഴ്സണെ ആശ്വാസം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഓക്കെ, ഈ പേഴ്സൺ സ്പിരിച്വലി കണക്റ്റഡ് ആയതുപോലും നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മാത്രമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് നിർബന്ധിക്കുമ്പോൾ ഈ പേഴ്സൺ അമ്പലത്തിലോ പള്ളികളിലോ പോകുന്നുണ്ടാകാം. അല്ലെങ്കിൽ ഈ പേഴ്സന്റെ സ്വന്തം അമ്മയോട് പോലും മേ ബി മര്യാദക്ക് പെരുമാറുന്നത് ചിലപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ടാകാം. നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഈ പേഴ്സൺ നിരസിക്കുന്നുണ്ടാകാം. ഓക്കെ, എനിക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാൻ നീ പറയുന്ന അനുസരിക്കില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് വിജയിക്കണം എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ ഇരിക്കുന്ന വ്യക്തിയാകാം. ഒരു പുരുഷാധിപത്യം ഉയർന്നു നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആകാം. പക്ഷേ ഈ പേഴ്സൺ അത് പിന്നീട് മനസ്സിൽ നല്ലോണം ചിന്തിച്ചിട്ട് നിങ്ങൾ പറയുന്നത് പോലെ തന്നെ അവസാനം പ്രവർത്തിക്കുകയും ചെയ്യും. ആ ഒരു ലെവലാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിയിൽ, കാരണം നമുക്ക് ആർക്കേഞ്ചൽ യൂറിയൽ ആണ് കിട്ടിയിട്ടുള്ളത്, ആ ഒരു ബ്യൂട്ടിയിൽ വളരെയധികം ഈ പേഴ്സൺ അട്രാക്റ്റഡ് ആണ്. നിങ്ങളുടെ ഓരോ പ്രവൃത്തികളിലാണെങ്കിലും സംസാര രീതിയിലാണെങ്കിലും ഈ പേഴ്സണെ പെട്ടെന്ന് തണുപ്പിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഈ പേഴ്സന്റെ ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നിങ്ങളെന്ന് ഈ പേഴ്സണ് നല്ല രീതിയിൽ അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ന് അത്രത്തോളം ഈ പേഴ്സൺ വിഷമിക്കുന്നു. കാരണം നിങ്ങൾ ഈ പേഴ്സണിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് നിങ്ങളുടെ കുറ്റമല്ല, ഈ പേഴ്സന്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണെന്നുള്ളതും ഈ പേഴ്സണെ നല്ലോണം അറിയാം. പക്ഷെ ആ തുറന്നു പറയേണ്ട പല സത്യങ്ങളും തുറന്നു പറയാനുള്ള സമയമായിട്ടില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത്. സോ അത് വരേക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പോൾ വുമൺ ഹോൾഡിങ് എ ഹാർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് സ്നേഹം മാത്രം മനസ്സിലുള്ള വ്യക്തികളായിട്ടാണ് ഈ പേഴ്സൺ നിങ്ങളെ കാണുന്നത്. സോ ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങൾക്കുള്ള പ്രാധാന്യം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഉണ്ട്, അതിലൊരു കുറവും സംഭവിച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ഈ പേഴ്സണോട് ചെയ്യുന്ന അതേ ആറ്റിറ്റ്യൂഡ് ഈ പേഴ്സണ് തിരിച്ച് നിങ്ങളോട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ദുഃഖം മാത്രമേ ഈ വ്യക്തിക്കുള്ളൂ. പക്ഷെ അത് ഈ പേഴ്സന്റെ സമയം മോശമായതുകൊണ്ടോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം അങ്ങനെയൊക്കെ വന്നു പോകുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കണം. ഈ പേഴ്സൺ ചെയ്യുന്നത് പലതും മണ്ടത്തരമായിട്ടും തെറ്റായിട്ടും ഒക്കെ പോകുന്നുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്താപവും ഈ വ്യക്തിക്കുണ്ട്. പലതവണയും ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് സോറി പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് കൂടാൻ വരുന്നുണ്ടാകാം. ഒരുപാട് നിങ്ങൾ എക്സ്ക്യൂസസ് കൊടുത്തു. ഈ പേഴ്സൺ സോറി ആയിട്ട് വന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാം പഴയതെല്ലാം മറന്ന് ഈ പേഴ്സണായിട്ട് വീണ്ടും റിലേഷൻഷിപ്പ് ആരംഭിക്കും. വീണ്ടും ഈ പേഴ്സൺ എന്തെങ്കിലും ചെയ്തിട്ട് പോവും. വീണ്ടും ഈ പേഴ്സൺ സോറി പറഞ്ഞു വരും, നിങ്ങൾ ഓക്കെ അത് അക്സെപ്റ്റ് ചെയ്യും, വീണ്ടും കൂടെ കൂട്ടും. എഗെയിൻ ഇതിങ്ങനെ റിപ്പീറ്റേഷൻ ആണ്. സോ കുറേ ചെയ്തു വന്നപ്പോൾ നിങ്ങൾക്കും മതിയായി. സോ നിങ്ങൾ ഈ പേഴ്സൺ ഒരു പാഠം പഠിക്കട്ടെ, ഞാൻ കുറച്ച് നാളൊന്ന് മാറി നിൽക്കാം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മാറി നിൽക്കുന്നത്. തീർച്ചയായിട്ടും ഈ പേഴ്സൺ അത് വേദനിപ്പിക്കുന്നുണ്ട്, ഈ പേഴ്സന്റെ തെറ്റുകൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളോടുള്ള പ്രാധാന്യമോ ഈ പേഴ്സന്റെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും തന്നെ ഈ പേഴ്സൺ കളഞ്ഞിട്ടില്ല. ഓക്കെ,
ഇത്രയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന റീഡിങ്. സോ പേഴ്സണൽ റീഡിങ്ങിന് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അവിടെ പറയുന്നതായിരിക്കും. സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.